നമസ്കാരം. ഷിരൂരിൽ മരണപ്പെട്ട അർജുന്റെ മൃതദേഹം കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് എത്തിയിരുന്നു. മരണപ്പെട്ടതിന് ശേഷം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഒരാളായി മാറിയ അർജുൻ കഴിഞ്ഞ 72 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ അദ്ദേഹത്തെ കിട്ടുകയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹത്തിന്റെ ഭാഗികമായ ഭാഗങ്ങൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. 75% ശരീരഭാഗങ്ങൾ കിട്ടിയെന്നാണ് അതെ 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 പറഞ്ഞിട്ടുള്ളത്. അത് കിട്ടുകയും മാത്രമല്ല 75-ാം ദിവസം അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു സംസ്കാര കർമ്മങ്ങളെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്തു. അശ്വതി, ഇപ്പോൾ ഷിരൂരിൽ സംഭവിച്ച ഈ ഒരു അപകടം അല്ലെങ്കിൽ അർജുന്റെ കുടുംബത്തിനുണ്ടായിട്ടുള്ള ഈ ഒരു തീരാ നഷ്ടം, ഇത് കേരളത്തിൽ ഒരു പുത്തരിയായ ഒരു സംഭവമല്ല, അല്ലെ? ഇപ്പൊ പ്രകൃതി ദുരന്തങ്ങൾ മുന്നിൽ നടന്നിട്ടുണ്ട്. അതെ, ഇപ്പോ കേരളത്തിലെ അകത്താണെങ്കിലും പുറത്താണെങ്കിലും അതിൽ മലയാളികളാണെങ്കിലും അകപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും. പക്ഷെ നമ്മുടെ അവർക്കൊന്നും കിട്ടാത്തെന്ന് പറയാൻ പാടില്ല. എന്നാലും അർജുൻ ഒരു പ്രത്യേകത അതല്ലെങ്കിൽ ഒരു സ്നേഹം മലയാളികളുടെ അടുത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ മാസങ്ങളിൽ നമ്മൾ കണ്ട നമ്മുടെ വയനാട്ടിലെ ആ ഒരു ദുരന്തമടക്കം അതിൽ കുറെ ആളുകളെ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുപോലെ തന്നെ ആരൊക്കെയാണ് ഇനിയിപ്പോൾ മരിച്ച എത്ര ആളുകൾ മണ്ണിനടിയിൽ കിടപ്പുണ്ട് എന്ന് പോലും അറിയാത്ത ഈ ഒരു സിറ്റുവേഷൻ. മാത്രമല്ല, ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ ഇപ്പൊ അർജുന് സംഭവിച്ച പോലെ സംഭവിച്ചിട്ടുള്ള ഒത്തിരി ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിലും പുറത്തുമായിട്ട് കഴിഞ്ഞിരിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ മലയാളികൾ, അല്ലെ, കഴിഞ്ഞ പ്രകൃതി ദുരന്തങ്ങളായിട്ടുള്ള പ്രളയം പോലെയുള്ള ആ ഒരു ദുരന്തങ്ങളിൽ നാം കൈകോർത്തൊരുമിച്ച് നിന്ന ആ ഒരു സാഹചര്യം ഓർമ്മിപ്പിക്കുന്ന ഒരു നിമിഷമായിരുന്നു കഴിഞ്ഞ 72 ദിവസങ്ങൾ, അല്ലെ? നമ്മുടെ ഷാഫി പറമ്പിൽ MLA ഒക്കെ ഇതിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അതായത് മനുഷ്യന്റെ ആ ഒരു സാഹോദര്യം, ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ, അത് ഒന്നും അറിയാത്ത ഒരാള് പോലും, അയാളെ പറ്റി ഒന്നും അറിയാത്ത ഒരാള് അതെ പോലും അതെ വന്ന് തന്നെ കൊണ്ടാകുന്നത് അതെ സഹായിക്കാം അതെ എന്ന് പറഞ്ഞ് ശിരൂരിലേക്ക് എത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പൊ അതെ അതെ മനുഷ്യത്വം, സാഹോദര്യം എന്നീ ഒരു സന്ദേശമാണ് അർജുന്റെ ഈ ഒരു വേർപാടും ദുരന്തത്തിലൂടെ, അതെ അതെ നമുക്ക് അതെ അതെ തന്നിട്ടുള്ളത്. ഈ ഒരു ദുരന്തത്തിലൂടെ വീണ്ടും ഞങ്ങൾ ഒന്നാണ്, ഞങ്ങൾ മലയാളികൾ ഒന്നാണ്, ഞങ്ങൾ ഒന്നാണ് എന്നുള്ളത് വീണ്ടും തെളിയിച്ചിരിക്കുന്നത്. അശ്വതി, നമ്മൾ ഈ ഒരു ദുരന്തത്തിൽ അർജുന്റെ വീട്ടിന് വേണ്ടി ഞങ്ങളുടെ ഒരു പ്രത്യേക പ്രാർത്ഥനയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ലോറി ഉടമ, അദ്ദേഹത്തിന്റെ പേര് മനാഫ്. അപ്പോൾ അദ്ദേഹത്തിന് പോലും ഒരുപാട് വിവാദങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു 72 ദിവസവും ഇപ്പൊ തുടക്കത്തിലൊക്കെ നമുക്ക് കാണുകയാണെങ്കിൽ ആ ഒരു അപകടം നടന്ന സമയത്ത് നിരവധി പേര് നമ്മുടെ കേരളത്തിൽ നിന്നാണെങ്കിലും ഒക്കെ അങ്ങോട്ട് അതെ ചെല്ലുകയുണ്ടായിരുന്നു. അതെ അതെ 30 ദിവസത്തോളം ആ ഒരു തീവ്രത അങ്ങനെ തുടർന്നുകൊണ്ട് തന്നെ ഉം. എല്ലാ മാധ്യമങ്ങളായാലും ഇവിടെ നിന്നുള്ള സന്നദ്ധ പ്രവർത്തകരാണെങ്കിലും എല്ലാവരും അവിടെ പോയി തിരച്ചിൽ നടത്തുകയും അതോടൊപ്പം തന്നെ എല്ലാ അപ്ഡേറ്റ്സും അപ്പൊ തന്നെ നമുക്ക് എത്തുന്ന എത്തുന്ന രീതിയിലേക്ക് ഉണ്ടായിരുന്നു. രീതിയിലായിരുന്നു. ഇപ്പൊ തീർച്ചയായിട്ടും. 30-35 ദിവസത്തോളം അവിടെ നിന്നവര് പിന്നെ ഇപ്പൊ വയനാടിന്റെ ഒരു പ്രശ്നം വന്നു. അപ്പൊ ഒരാൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്നേക്കാൾ അധികം ഒരുപാട് പേരുടെ ജീവിതം ഉം. കഷ്ടത്തിലായ സമയത്ത് കഷ്ടത്തിലാവുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പോകേണ്ടി അങ്ങോട്ടേക്ക് വന്നു. പോകേണ്ടി വന്നു. അതൊരു തെറ്റായിട്ട് അതൊരു പറയുകയല്ല. തെറ്റല്ല, അതൊരു സാഹചര്യത്തിനനുസരിച്ച് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒന്നാണ്, നമ്മൾ കൈകോർത്ത് പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ട സമയം വന്നപ്പോൾ കുറച്ചു പേർ അങ്ങോട്ട് പോയി അവിടുത്തെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചു. പക്ഷെ ആ ഒന്നാമത്തെ ദിവസം മുതൽ ഈ 72ാമത്തെ ദിവസം വരെ അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ് മനാഫ്. തീർച്ചയായിട്ടും. മനാഫിന്റെ ആണ് ആ ലോറി. അപ്പൊ അർജുൻ സഞ്ചരിച്ച ലോറി മനാഫിന്റെ മനാഫിന്റെ ആണ്. ആയിരുന്നു. അപ്പോ അതിന്റെ ഫോട്ടോ, അർജുന്റെ ഫോട്ടോ, ഇതെല്ലാം അടക്കം ഒരു ഫസ്റ്റ് ലുക്കൗട്ട് നോട്ടീസും കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് മനാഫിന്റെ കയ്യിൽ നിന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും. ഇങ്ങനെ ഒരു ലോറി പോയിരുന്നു, അർജുൻ അവിടെ ഉണ്ടായിരുന്നത് ഇപ്പൊ അർജുന്റെ വീട്ടുകാർ പറയുന്നുണ്ട്, ലാസ്റ്റ് വിളിച്ച കോള് വെച്ചിട്ട് പറയുന്നുണ്ട് ഇന്ന സ്ഥലത്തായിരുന്നു. പക്ഷെ അതിന്റെ ലോറിയുടെ അടക്കം ഒരു ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ അന്വേഷിക്കാൻ എളുപ്പത്തിന് ഇതെല്ലാം നൽകിയത് മനാഫാണ്. മനാഫ് മാത്രമല്ല, അവിടെ നിൽക്കുന്ന സമയത്തും മനാഫ് പറയുന്നുണ്ട്, എനിക്ക് ലോറി തിരിച്ചു കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ആ എന്താണ് കണ്ടെയ്നറിന്റെ അകത്ത് നിന്ന് അർജുനെ എങ്ങനെയെങ്കിലും പുറത്തേക്ക് എടുത്താൽ മതി, ലോറി നശിപ്പിച്ചാലും കുഴപ്പമില്ല, ആ ജീവനാണ് എനിക്ക് പ്രധാനം. അർജുന്റെ ഫാമിലിക്ക് കൊടുത്തിട്ടുള്ള ഒരു അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു വാക്ക് ആണ് അയാൾ ശ്രീ മനാഫ് ഇപ്പോഴും തുടർച്ചയായിട്ടും അയാൾക്കൊരു സമാധാനം ഉണ്ടെങ്കിൽ അത് ആ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചു എന്നുള്ളതാണ്. മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിച്ചിരുന്ന രീതി ഇങ്ങനെയാണ്. ഞാൻ ഇപ്പൊ ഈ ശ്രീ മനാഫ് പറഞ്ഞിരുന്ന ഒരു സമാധാനപ്പെടുത്തുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത്, ഞാൻ അർജുനെ കൊണ്ടേ തിരിച്ചു വരൂ എന്നുള്ള കാര്യം
അവന്റെ അമ്മയ്ക്ക് കൊടുത്ത ആ ഒരു വാക്ക് ഞാൻ പാലിച്ചു എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഈ അർജുൻ്റെ അശ്വതിയോട് പറയാണ്, ഞാൻ ഈ അർജുൻ്റെ ആ ഒരു കേസ് വന്ന സമയത്ത് നമ്മളൊക്കെ ബോളിവുഡ് സിനിമയിലും മറ്റുള്ള സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പോലെ അർജുൻ തിരിച്ചു വരും എന്ന് തന്നെയാണ്, ആ ഒരു ക്യാബിൻ്റെ ഉള്ളിൽ നമ്മുടെ അർജുൻ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ വയനാട്ടിലെ ദുരന്തം വന്നു, നമ്മളെല്ലാവരും ഒരു ജസ്റ്റ് അർജുനെ ഒന്ന് മറന്നേക്ക് വെച്ചിരുന്നെങ്കിൽ പോലും അർജുൻ മനസ്സിലുണ്ടായിരുന്നു എന്ത് പറ്റിയ അർജുന് എന്നൊക്കെ ഉണ്ടായിരുന്നു മനസ്സിൽ. പക്ഷെ പിന്നീട് അങ്ങോട്ട് അർജുനെ കിട്ടില്ല എന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കേണ്ട ആ ഒരു സാഹചര്യം എനിക്കും ഒപ്പം നമുക്ക് എല്ലാവർക്കും ഉണ്ടായൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ആ എനിക്ക് ഏറെ ഏറെ കൂടുതലായിട്ട് പറയാനുള്ളത് മനാഫിനെ കുറിച്ചാണ്. അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ പോലീസ് അദ്ദേഹത്തിനോട് ഫസ്റ്റ് ടൈമിൽ അശ്വതി അദ്ദേഹത്തിനോട് സഹകരിക്കാഞ്ഞപ്പോൾ ഇതിനുള്ളിൽ അവനുണ്ട് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് അന്ന് മനാഫ് രംഗത്തേക്ക് ഇറങ്ങിയത്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അശ്വതി, അല്ലെ? അതെ, തീർച്ചയായിട്ടും. കർണാടക പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ അവിടെ രക്ഷപ്രവർത്തനം നടത്തിയിരുന്നവര് അല്ലെങ്കിൽ സർക്കാർ എല്ലാവരും മനാഫിന്റെ തുടക്കത്തിലുള്ള ഒരു ആ ഒരു ആർജവം കണ്ടിട്ട് ഞെട്ടിയവരാണ്. കാരണം ഇത്രയും എത്ര വേണമെങ്കിലും പൈസ ചെലവാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വരെ ഇപ്പൊ മുഖ്യമന്ത്രി വരെ അങ്ങോട്ട് വിളിക്കുന്നു അർജുൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കാണുമ്പോ അന്ന് അവിടെ ഉണ്ടായിരുന്നവർക്ക് മനാഫിനോട് ഒരു പക അല്ലെങ്കിൽ വിദ്വേഷം വരികയാണ്. അപ്പൊ അത് അന്ന് അവിടെ ഉള്ളവർക്ക് മാത്രമല്ല, മനാഫിനെ കുറിച്ച് പിന്നീട് അങ്ങോട്ട് നടന്നത് മുഴുവനും വിദ്വേഷ പ്രചരണങ്ങൾ മാത്രമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മതത്തിനെ വരെ അദ്ദേഹം ജിഹാദിയാണ്. മതത്തിനെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ വണ്ടിയിലെ മയക്കുമരുന്ന്, അതുപോലെ തന്നെ കഞ്ചാവ് പോലെയുള്ള വസ്തുക്കൾ ചന്ദനം കടത്താൻ ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ ഇൻഷുറൻസ് തുക ലഭിക്കാനുള്ള ഒരു മറനീക്കമാണ്. അതിൽ അർജുൻ ബലിയാടായതാണ്. അങ്ങനെ പല ടൈപ്പ് ഓഫ് കമന്റ്സ്, നെഗറ്റീവ് കമന്റ്സ് അദ്ദേഹത്തിന് വന്നിട്ട് പോലും ഒരു പക്ഷേ അർജുന്റെ ആ ഒരു മകനെ കണ്ടുകൊണ്ടാവണം അയാൾ ഇത്രയും കാലം പിടിച്ചിരുന്നത്. മാത്രമല്ല മനാഫിനെതിരെ നടന്ന സത്യം പറഞ്ഞാൽ എന്താ ഹെയ്റ്റ് ട്യൂബേഴ്സ് എന്ന് വേണം പറയാം. യൂട്യൂബേഴ്സ് അല്ല, ഹെയ്റ്റ് ട്യൂബേഴ്സ് ആണ് നടന്നിട്ടുള്ളത്. അവരാണ് ഇപ്പോ ഒരു മനുഷ്യനെ ഇപ്പൊ സഹിക്കാവുന്നില്ല അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നില്ല അധികം നെഗറ്റിവിറ്റിയാണ് അയാളിലേക്ക് വന്നിരുന്നത്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് ശ്രദ്ധിക്കാതിരുന്നാൽ പോരെ. പക്ഷെ അയാളുടെ വാട്സാപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും എല്ലാവിധ സോഷ്യൽ മീഡിയയിലും വന്നുകൊണ്ടിരിക്കുന്നത് ഒരു സമൂഹം മൊത്തം അയാളെ നെഗറ്റീവ് പറഞ്ഞ് എന്താ പറയാ, അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിൽ കൂടി മനാഫ് ആ ഒരു സാഹചര്യത്തിൽ പിടിച്ചു നിന്നിട്ട് അർജുനുമായിട്ട് ഭാഗികമായിട്ടുള്ള ആ ഒരു അശ്വതി നേരത്തെ പറഞ്ഞ പോലെ 75% ആയിട്ടുള്ളതാണെങ്കിൽ പോലും ആ ഒരു കരുത്ത്, ആ ഒരു മനസ്സിന്റെ ദാർഢ്യം, അത് നമുക്ക് വാക്ക് പാലിക്കുക. അതെ അതെ, അത് നമുക്ക് ആർക്കും ഒരിക്കലും തള്ളിക്കളയാനാവാത്തൊരു സ്ഥിതിയാണ്. മനാഫിനെ പോലെ തന്നെ അത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളാണ് കാർവാർ MLA. അതെ അതെ, അദ്ദേഹം ഇപ്പൊ അർജുനെ സംഭവിച്ചിട്ടുള്ള ഈ ഒരു ദുരന്തം വയനാട്ടിൽ ഒത്തിരി പേരെ നമ്മളെ കരയിച്ചു, അല്ലെങ്കിൽ വയനാട്ടിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. വയനാട്ടിൽ ഒരുപാട് പേരെ നമ്മളിൽ നിന്ന് പ്രകൃതി തന്നെ അകറ്റി ഇല്ലാതാക്കി. പക്ഷെ അതുപോലെ തന്നെ വേദനയുള്ള ഒരു കാര്യമാണ് അർജുന്റെ ആ ഒരു സംഭവം. നമ്മുടെ കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലാണെങ്കിലും അതെ, ഈ പ്രധാനമായിട്ടും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന രണ്ടുപേരാണ് മനാഫും സതീഷ് കൃഷ്ണ. ഇവര് രണ്ടുപേരും ഈ 71 അല്ലെങ്കിൽ 72 ദിവസവും അവിടെ പ്രവർത്തിച്ചവരാണ്. അതായത് ഇപ്പൊ 30-35 ദിവസത്തോളം അവിടെ നമ്മൾ ഒരുപാട് പേരുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വയനാടിന്റെ സംഭവം നടന്നപ്പോൾ തിരിച്ചെത്തിയവരാണ് അധികവും. എന്നിട്ടും ഈ 71-72 ദിവസം കഴിഞ്ഞ് അർജുനെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത്രയും ദിവസം അവിടെ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ അതിൽ എടുത്തു പറയാവുന്ന രണ്ടുപേരാണ് ഇപ്പൊ ഈ MLA ആണെങ്കിലും മനാഫ് ആണെങ്കിലും. ഇവർ രണ്ടുപേരും ആ ഒരു മൃതദേഹത്തിനെ തിരിച്ചെത്തിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിച്ചിട്ടുമുണ്ട്. പോരാത്തതിന് കർണാടക സർക്കാരിന്റെ ആയിട്ടുള്ള എല്ലാവിധ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അവരുടെ മറ്റു രീതികളെല്ലാം പെട്ടെന്ന് തന്നെ ശരിയാക്കി രാത്രിക്ക് രാത്രി അവിടെ നിന്ന് ആ ഒരു ആംബുലൻസ് റെഡിയാക്കി ഈ ഒരു മൃതദേഹം വീട്ടിലേക്ക് അയക്കുകയാണ്. ഇപ്പൊ പുലർച്ചെ തന്നെ വീട്ടിലെത്തുന്നു, ശനിയാഴ്ച എത്തുന്നു. ഇപ്പൊ DNA പരിശോധനകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം വളരെ വേഗത്തിലാണ് നടത്തിക്കും കൂടി കർണാടക സർക്കാരിന്റെ ഭാഗത്ത് നടന്നിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ നിന്നുള്ള ഒരു എന്തെങ്കിലും ഒരു ഫോഴ്സിങ് കൊണ്ട് മാത്രമല്ല, അവർക്കും അർജുന്റെ ശരീരം എങ്ങനെയെങ്കിലും
വീട്ടിലെത്തിക്കണം എന്നുള്ള ഒരു വീട്ടിലെത്തിക്കണം. ആ ഒരു ചിന്തയുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും. ആദ്യമൊക്കെ സത്യം പറഞ്ഞ കർണാടക സർക്കാരിന് അഗെയിൻസ്റ്റ് ആയിരുന്നു അതെ എല്ലാ അതെ മാധ്യമങ്ങളും, കേരളത്തിലെ തീർച്ചയായിട്ടും. എല്ലാ അതെ അതെ മാധ്യമങ്ങളും എല്ലാ പറഞ്ഞത്. മാധ്യമങ്ങളും അവരുടെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം അത്തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കാം. ഇപ്പൊ ഈവൻ നമ്മുടെ മനാഫ് പോലും അവിടെ ശക്തമായിട്ട് ഉറച്ച് എനിക്ക് അവൻ ഇവിടെയുണ്ട് എന്ന് പറയുന്ന ആ ഒരു സിറ്റുവേഷനിലായിരുന്നു. ഈ സമയത്ത് അശ്വതി നമ്മൾ ഇവരെ മാത്രമല്ല അർജുനെ ആ ഒരു കണ്ടെത്താനായിട്ട് ഒത്തിരി പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതെ റസിയ, അപ്പൊ ഈശ്വർ മാൽപ്പെ ആണെങ്കിലും രഞ്ജിത്ത് ഇസ്രായേല്, അതെ. നേവി, ഉം. CRF, അങ്ങനെ എല്ലാവരും ഒരുപാട് പേര് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും അധികം ഗംഗാവാലി പുഴയിലാണ് അതെ അതെ ഇപ്പൊ നടന്നിട്ടുള്ളത്. അപ്പൊ മുങ്ങൽ വിദഗ്ധർക്കാണ് അവിടെ കൂടുതൽ പ്രാധാന്യം ഉള്ളത്. അപ്പൊ ഈശ്വർ മാൽപ്പെ ആണെങ്കിലും രഞ്ജിത്ത് ഇസ്രായേൽ ആണൊക്കെ അവർക്കാണ് അവിടെ പ്രാധാന്യം ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും. അവര് തന്നെ പറയുന്നുണ്ട് ഇന്ന ഭാഗത്തായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ലാൻഡ് സ്ലൈഡിന്റെ ഒരു വരവ് അനുസരിച്ച് ഇപ്പൊ എവിടെ ആയിരിക്കും, ഇത്ര വെയിറ്റ് ഉള്ള ഒരു ഇത്ര ടൺ വെയിറ്റ് ഉള്ള ഒരു ലോറി ലോറിയാണത്. ഒഴുകി എവിടെ എത്താം എന്ന രീതിയിലൊക്കെ പല പല നിഗമനങ്ങൾ പലരായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെയൊക്കെ കൂട്ടായ പ്രയത്നമുണ്ട്. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ ഇവർക്ക് തന്നെ അവിടെ നിൽക്കുമ്പോ മറ്റുള്ള ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ആണെങ്കിലും അതെ, ഇപ്പൊ കേരളത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കർണാടക ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിലും അതെ, അവരുടെ നിഗമനങ്ങളെ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കർണാടക സർക്കാരാണെന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇവർ തുടക്കത്തിൽ ഇത് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് വേണ്ട എക്യുപ്മെന്റ്സ് എത്തിക്കാതിരിക്കുക അങ്ങനെയുള്ള നടപടികളെല്ലാം ഈ ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെ പക്ഷെ കർണാടക അതിൽ സർക്കാരിന്റെ എത്രമാത്രം ഭാഗത്തുനിന്നുണ്ടായിരുന്നു. സത്യമുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം 13ഓളം ആളുകൾ അന്ന് മിസ്സായിട്ടുണ്ട്. നമുക്ക് വലുത് അർജുനായിരിക്കാം, തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ അർജുന മാത്രമാണ് കൂടുതൽ കൂടുതൽ ഫോക്കസ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കർണാടകയിലെ മാധ്യമങ്ങളിൽ 13 പേരെയും രക്ഷിക്കാനുള്ള പ്രയത്നങ്ങളാണ് നടക്കുന്നത്. അതില് അർജുനും ഉണ്ട്. അവര് അർജുനെ മാറ്റി നിർത്തിയിട്ടില്ല. അപ്പൊ ആ രീതിയിലാണ് അവിടെ മാധ്യമങ്ങൾ പറഞ്ഞെങ്കിൽ, നമ്മുടെ കേരളത്തിൽ മാധ്യമങ്ങൾ പറഞ്ഞത് കർണാടക സർക്കാർ കൂടുതലും ഒരു അലംഭാവമാണ് അതെ കാണിക്കുന്നത്, അതിനകത്ത് കുടുങ്ങി കിടക്കുന്ന ആൾക്ക് ജീവനുണ്ട് എന്നത് ശ്രദ്ധിക്കുന്നില്ല, ദിവസങ്ങൾ കടന്നു പോകുന്നു, എന്താണ് ജീവനോട് കിട്ടാനുള്ള ചാൻസ് ചാൻസ് കുറയുന്നു. വളരെ കുറവാണ്. അങ്ങനെ ഓരോ നിമിഷവും നമ്മുടെ നെഞ്ചിടിപ്പ് കൂട്ടിക്കൊണ്ടായിരുന്നു നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ നമുക്ക് പറഞ്ഞത്. അപ്പൊ ഇതില് ശരിക്കും ഏതാണ് സത്യം എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ കഴിയില്ല. ഒരു വശത്ത് നോക്കുകയാണെങ്കിൽ കർണാടക സർക്കാരിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം നമ്മളിപ്പോ ഒരു പ്ലേറ്റിലോട്ടല്ല നമ്മൾ 10 പ്ലേറ്റിലോട്ട് വിളമ്പുന്നവർക്ക് ചിലപ്പോൾ വിളമ്പുന്നവർക്ക് മാത്രമേ അതിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെയാണ് കർണാടക സർക്കാരിന് 13 മൃതദേഹങ്ങളല്ലാണ്ട് ജീവനുള്ള മനുഷ്യരെ ലഭിക്കണം എന്നാണ് അവരുടെയും ആ ഒരു പ്രയത്നം. അതിനൊടുവിൽ അല്ലെങ്കിൽ അതിനിടയിൽ നമ്മുടെ അർജുന് മാത്രം നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് നമ്മുടെ അർജുനാണ്. കാരണം നമ്മുടെ പ്രിയപ്പെട്ടത് അർജുനാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കുറേ പ്രശ്നങ്ങൾ അവർക്കുണ്ടായേക്കാം. അവര് കർണാടകനാണോ അല്ലെങ്കിൽ മലയാളിയാണോ മലയാളിയാണോ നോക്കിയിട്ടല്ല ഒരു ജീവൻ തീർച്ചയായിട്ടും രക്ഷിക്കുന്നത്. തമിഴ്നാണോ അങ്ങനെയുള്ള ആ ഒരു ഇതില്ല. അവർ അവരുടേതായിട്ടുള്ള ഞങ്ങളുടെ നാട്ടിൽ എങ്ങനെ ഒരു പ്രകൃതി ദുരന്തം സംഭവിച്ചിട്ടുണ്ട്, അപ്പൊ അതിനെതിരെ ഞങ്ങൾ ഇത് ചെയ്യണം. ഇപ്പൊ നമുക്കിവിടെ ഏറ്റവും അധികം കേട്ടിരുന്ന ആദ്യ സമയങ്ങളിൽ കുറച്ചധികം നമ്മുടെ മനസ്സ് തൊട്ടുകൊണ്ട് കേട്ടിരുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ആരാണ് അർജുൻ അതെ എന്നുള്ള ചോദ്യം കർണാടകയിൽ നിന്ന് ഉയർത്തിരുന്നു. കാരണം ഇപ്പോ മനാഫിന്റെ ഭാഗത്തു നിന്ന് ആദ്യം ഒരു അതെ പ്രതികരണം വരുന്നു. പിന്നെ ഇപ്പൊ കേരളത്തിൽ നിന്ന് ഓരോ MLA മാര് വിളിക്കുന്നു, മന്ത്രിമാര് വിളിക്കുന്നു, CM നേരിട്ട് വിളിക്കുന്നു. അപ്പോ കർണാടക സർക്കാരാണെങ്കിലും അവിടെ നിൽക്കുന്ന പോലീസുകാർ വരെ മനാഫിനോട് വരെ ചോദിക്കുന്നു ആരാണ് അതെ അർജുൻ? ഈ വ്യക്തി ഈ വ്യക്തി VIP ആണോ? VIP ആണോ? പക്ഷെ അന്ന് നമുക്ക് പറയാനുള്ള ഉത്തരം അല്ല, അവൻ മലയാളിയാണ് എന്നതായിരുന്നു. അപ്പൊ നമ്മുടെ സ്നേഹമാണത്. തന്റെ സഹജീവി എന്നുള്ളത് മാത്രല്ല, കൂടപ്പിറപ്പിനെ പോലെയാണ് ഓരോരുത്തരെയും കാണുന്നത് എന്നൊരു ഉദാഹരണമാണ് ഞങ്ങള്. ആ ഒരു VIP എന്ന വാക്കിനോട് നമ്മൾ മലയാളികളാണ് അല്ലെങ്കിൽ ഞങ്ങൾ മലയാളികളാണ് മലയാളിയാണ് എന്നുള്ള ഒരു വാക്ക് വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ എന്നുള്ള ഒരു കാര്യം. അപ്പൊ അത് VIP എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യനും വെരി ഇമ്പോർട്ടന്റ് പേഴ്സൺ ആണ് എന്നൊരു സന്ദേശം കൂടിയാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓരോ കുടുംബത്തിനും ഓരോ വ്യക്തിയും അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തരും ഇപ്പൊ എന്റെ ഫാമിലിയിൽ ഒരാൾ നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ് എനിക്ക് കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാവുക അല്ലെ. അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ആളുകൾക്കിടയിൽ ഇപ്പോ നമ്മളെ പോലെയുള്ള സാധാരണക്കാരനാണ് അർജുൻ. അദ്ദേഹം നമ്മളിപ്പോ ഈ ഒരു സോഷ്യൽ മീഡിയ വഴി ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ അർജുനന്റെ ആ ഒരു കുടുംബത്തെ ഉപേക്ഷിച്ച് ഇതേപോലെ മഞ്ഞും മലകളും കാടും വീടും എല്ലാം ഇങ്ങനെ താണ്ടി നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ഓരോ കുടുംബത്തും ഓരോ ആളുകളും ഹീറോയാണ്. അശ്വതി, നമുക്ക് എന്തിരുന്നാലും എനിക്ക് വേദനയോടെ ഓർക്കാൻ മാത്രമേ ഇനി കഴിയൂ എന്ന് കരുതുന്ന കുറച്ച് മുഖങ്ങളാണ് ഇനി അർജുന്റെ വീട്ടിലുള്ളത്. സംഭവം നമ്മുടെ കേരള സർക്കാർ
അർജുന്റെ പത്നിക്ക് ജോലി നൽകിയിട്ടുണ്ട്. നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ അശ്വതിയോട് പറഞ്ഞൊരു വാക്കുണ്ട്. അശ്വതിക്ക് ഓർമ്മയുണ്ടോ? ഈ ഒരു 72 ദിവസം ഒരു സ്ത്രീ അവളുടെ ഇണയെ കാത്തിരുന്ന്, നമ്മൾ ഓരോരുത്തരും മരണത്തെ 3 ദിവസം കഴിഞ്ഞാൽ മറക്കും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, അല്ലെ? മരണത്തിനെ നമുക്ക് മറക്കണം, അല്ലെങ്കിൽ നമുക്ക് ജീവിതമില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ അർജുന്റെ ഭാര്യ, അവർക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു വിധി എന്ന് പറയുന്നത് വളരെ ഭയാനകമാണ്, അല്ലെങ്കിൽ വളരെ വേദനിപ്പിക്കുന്നതാണ്, അല്ലെ? നമുക്കൊക്കെ ഓർക്കുന്നത് ആണ് ഞാൻ ഭയാനകം എന്ന് പറഞ്ഞത്. കാരണം 72 ദിവസത്തിനുള്ളിൽ അവർ അർജുനെ മറന്നു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു ആ വേദനയ്ക്ക് സമാധാനം, ഒരു അല്ലെ? ചെറിയൊരു ഒരാക്കം കിട്ടിയിരുന്ന ആ ഒരു സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ എന്നെങ്കിലും അർജുൻ തിരിച്ചു വരും എന്ന് ഒരു കരുതി. മരവിപ്പ് ഉണ്ടായിരിക്കുമല്ലോ, കരഞ്ഞ് തീർച്ചയായിട്ടും കരഞ്ഞ് കരഞ്ഞ് അവസാനം വേദനിച്ച് വേദനിച്ച് ഒരു മരവിപ്പുണ്ടായി. അവള് പുതിയൊരു ലൈഫിലോട്ട് കടന്നു വരുന്ന ആ ഒരു സാഹചര്യത്തിലാണ്, അല്ലെ? ജോലി കിട്ടി ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അർജുനന്റെ ആ ഒരു 75% നമുക്ക് തന്നെ പറയാം, തലയില്ലാത്ത ആ ഒരു മൃതദേഹം വീട്ടിലോട്ട് കയറി വരുന്നത്. ആ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആ, അവരുടെ ആ ഒരു വേദനയ്ക്ക് പരിമിതികളില്ല, അല്ലെ? ആ ഒരു മകൻ അത്ര വലിയ അറിവുള്ള കുട്ടിയൊന്നും അല്ലെങ്കിലും, ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടിയാണ് അല്ലെങ്കിലും, നാളെ എൻ്റെ അച്ഛൻ വരും, അല്ലെങ്കിൽ മിഠായി കൊണ്ടുവരും, അല്ലെങ്കിൽ കളിപ്പാട്ടം കൊണ്ടുവരും എന്ന് കാത്തിരിക്കുന്ന ആ ഒരു മകൻ, അല്ലെങ്കിൽ അച്ഛൻ്റെ ആ ഒരു സ്വഭാവ ഗുണങ്ങളോ അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ആ ഒരു പ്രായത്തിലുള്ള ആ പിഞ്ചു ബാലന്റെ ആ ഒരു നഷ്ടം, ഇതൊന്നും നമുക്ക് ഇനി ഒരിക്കലും ഒന്നിനെ ആ കൊണ്ടും ഒരു അതിനെ തീർക്കാൻ പറ്റില്ല. തീർക്കാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ വാസ്തവം. അപ്പൊ അർജുന്റെ ഒരു ക്യാബിനിന്റെ അകത്ത് നിന്ന് അർജുനെ എടുക്കുന്ന സമയത്ത് തന്നെ ഉം. ആ ഇത് അർജുന്റെ ലോറിയാണ് തിരിച്ചറിയാൻ വേണ്ടി അതിന്റെ അകത്ത് അർജുൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങള്, അതെ അതെ, മകനുള്ള കളിപ്പാട്ടങ്ങൾ, കുഞ്ഞു കളിപ്പാട്ടങ്ങള്, ലോറിയൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞു എന്നാണ് ലോറി. പറഞ്ഞത്. അതെ, പിന്നെ മാത്രമല്ല അർജുന്റെ ആ ഒരു സഹോദരൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് പല മാധ്യമ പ്രവർത്തകർക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും, ഈ ഒരു സംഘാംഗങ്ങൾക്കെല്ലാം ഇത് അർജുന്റെ ആ ഒരു പുതപ്പാണ്, അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഷർട്ടാണ്. അതുപോലെ ഈ ഒരു കക്ഷി കൂടിയും ആ ഒരു വണ്ടിയിൽ അർജുന്റെ കൂടെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അതുകൊണ്ട് ഏട്ടൻ ഉപയോഗിച്ചിരുന്ന ഒരു തുണി കെട്ടുന്ന അയൽ എന്നൊക്കെ പറയും നമ്മള്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. അവൻ ഉപയോഗിച്ചിരുന്ന ഷീറ്റ് കാണിച്ചു കൊടുത്തു. വളരെ വേദനയോട് കൂടിയിട്ടാണ് നമ്മളിതെല്ലാം നോക്കി കണ്ടത്. ഒരിക്കലും ഇനി അർജുൻ തിരിച്ചു വരില്ല എന്ന് ഉറപ്പിച്ച ദിവസങ്ങളാണ് കടന്നുപോയത്. മാത്രമല്ല അശ്വതി, അർജുന്റെ ആ ഒരു വിലാപയാത്ര അത് വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒന്നായിരുന്നു. എന്റെയൊക്കെ കണ്ണ് നിറഞ്ഞു പോകുന്ന ഒരു നമ്മള് കാഴ്ചയായിരുന്നു. സാധാരണ ഒരു സെലിബ്രിറ്റിക്കോ അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവിനൊക്കെയാണ് ഇങ്ങനെ ഒരു വിലാപയാത്ര കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും അപ്പൊ അത്രയധികം മലയാളികള് അർജുനെ മനസ്സിലേക്ക് എടുത്തു എന്നുള്ളതാണ് ആ ഒരു കാഴ്ചക്ക് കാഴ്ചക്ക് കാരണമായത്. അതാണ് അതിന്റെ വലിയൊരു സത്യം. അതാണ് നമ്മുടെ ആരൊക്കെ ആയി മാറിയ ഒരു ഫീലാണ് അർജുൻ ഇന്ന്. നൊമ്പരപ്പെടുത്തുന്ന ഒരു വേദനയാണെങ്കിലും ചിലപ്പോ നമ്മളിലൂടെയൊക്കെ അർജുൻ ഇനിയും ജീവിക്കും. ഇനിയും ജീവിക്കും എന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക. നന്ദി. നന്ദി.